കൊല്ലം കാവനാട് 2 ബോട്ടുകൾക്ക് തീപിടിച്ചു. മുക്കാട് പള്ളിക്കും ക്ഷേത്രത്തിനും സമീപമാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ആളപായമില്ല. ബോട്ടിലുണ്ടായിരുന്ന 2 മത്സ്യത്തൊഴിലാളികൾക്ക് നിസ്സാര പരിക്കേറ്റു. ആന്ധ്ര സ്വദേശികളായ രാജു, അശോക് എന്നിവർക്കാണ് പൊള്ളലേറ്റത്. പാചകത്തിനുള്ള ഗ്യാസ് പടർന്നാണ് അപകടം. തീപിടുത്തം ഉണ്ടായ ഉടൻ ബോട്ടുകളുടെ കെട്ടഴിച്ചുവിട്ടു. തീയണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, എന്താണ് നിലവിലെ സ്ഥിതി? തീ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ? നീലിമ, തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ബോട്ടുകൾക്ക് തീ പിടിച്ചത്. അതായത് മുക്കാട് ക്ഷേത്രത്തിന് സമീപം ഈ കടലും കായലും ചേർന്നുള്ള സ്ഥലത്താണ് മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടാണ്. നങ്കൂരം വിടുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഈ പാചകവാതകത്തിൽ നിന്നും ഇത്തരത്തിൽ തീ പടർന്നത്, ഗ്യാസ് പടർന്ന് അപകടമുണ്ടായത്. 2 മത്സ്യത്തൊഴിലാളികൾക്ക് നിസ്സാര പരിക്കേറ്റിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആന്ധ്ര സ്വദേശികളാണ് രാജുവും അശോകും. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ചാമക്കട നിന്നും അടക്കമുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് ഇത്തരത്തിൽ ഈ തീ നിയന്ത്രണ വിധേയമാക്കിയത്. ആദ്യഘട്ടത്തിൽ തന്നെ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമായിരുന്നു. കാരണം കായലിന് നടുവിലായതിനാൽ തന്നെ ഈ ബോട്ടിന് സമീപത്തേക്ക് ഈ ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് എത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു. പിന്നീട് ഈ അഴിച്ചുവിട്ട ബോട്ടുകൾ ആയതിനാൽ തന്നെ ഈ പ്രദേശത്ത് നിന്നും ഈ ബോട്ടുകൾ ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 2 ബോട്ടുകളാണ് ഇത്തരത്തിൽ തീ പിടിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഈ കാറ്റ് കാരണം തീ പടരുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് യൂണിറ്റ് 3 യൂണിറ്റുകൾ എത്തിയാണ് ഇത്തരത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത്. ശരി മനോജ്, എന്തായാലും കൊല്ലത്ത് വലിയ അഗ്നിബാധയാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടെന്നാണ് മനോജ് റിപ്പോർട്ട് ചെയ്യുന്നത്.